സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ജനാധിപത്യ വിശ്വാസികളെ ആശങ്കയിലാക്കിയ കർണാടക സർക്കാരിന്റെ ബുൾഡോസർ രാജിനെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോയുമായി വന്നത്. വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് ചെറിയ ക്ലിപ്പുകൾ കാണാം. कर्नाटक में नफरत की बाजार बंद हुई है, मोहब्बत की दुकानें खुली हैं. വെറുപ്പിന്റെ കമ്പോളം അടഞ്ഞു, സ്നേഹത്തിന്റെ കടകൾ തുറന്നു. കർണാടകത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഇതായിരുന്നു. ഇനി മറ്റൊരു ക്ലിപ്പ് കൂടി കാണാം. इस बिल्डिंग को दिखा करके इलेक्शन की शुरुआत की थी. इसी बिल्डिंग को दिखा करके दिल्ली में बीजेपी शासन ने मेरे बच्चे यहाँ मेरे बच्चे रहते हैं सर. ഡൽഹിയിലെ ചേരിയിലെ പാവപ്പെട്ട മനുഷ്യരുടെ വീടുകൾ BJP സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയപ്പോൾ അവിടെ രാഹുൽ ഗാന്ധി സന്ദർശിച്ച ദൃശ്യമാണ് നിങ്ങൾ കണ്ടത്. മാത്രമല്ല, ബുൾഡോസർ രാജിനെതിരെ ശക്തമായ നിലപാട് എന്നും സ്വീകരിച്ച വ്യക്തി കൂടിയാണ് രാഹുൽ ഗാന്ധി. അതേ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഭരിക്കുന്ന കർണാടകയിലാണ് 400 വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത്. അതും പുലർച്ചെ 4 മണിക്ക്. 3000-ഓളം മനുഷ്യരെ തണുപ്പകറ്റാൻ ഒരു പുതപ്പ് പോലുമില്ലാതെ തെരുവിലേക്ക് തള്ളിവിട്ടു. ഇതാണോ രാഹുൽ ഗാന്ധി പറഞ്ഞ സ്നേഹത്തിന്റെ കട എന്നാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. യോഗി ആദിത്യനാഥ് പാവപ്പെട്ട മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്ന ബുൾഡോസർ രാജിനെ കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് വിമർശിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള രാഹുലിന്റെ നിലപാടിനെ അസ്ഥിരപ്പെടുത്തുന്ന പ്രവൃത്തി എങ്ങനെയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന് ചെയ്യാൻ കഴിഞ്ഞത്? സിദ്ധരാമയ്യയും DK ശിവകുമാറും മറുപടി പറയണം. BJP സർക്കാരുകളുടെ ബുൾഡോസർ രാജിനെതിരെ സുപ്രീം കോടതി പോലും രൂക്ഷമായ പ്രതികരണം നടത്തിയിട്ടുണ്ട് എന്ന കാര്യവും ഈ സമയത്ത് ഓർക്കണം. അങ്ങനെയുള്ള ബുൾഡോസർ രാജിന്റെ പേരിൽ BJPയെ ഇനി കോൺഗ്രസ് എങ്ങനെ വിമർശിക്കും? ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ ആശങ്കയാണ് കർണാടകയിലെ സംഭവ വികാസങ്ങൾ നൽകുന്നത്. എന്തു പറഞ്ഞ് ന്യായീകരിച്ചാലും പൊറുക്കാൻ കഴിയാത്ത പ്രവൃത്തിയാണ് ബംഗളൂരുവിലെ യലങ്കയിൽ നടന്നത്. പാവങ്ങളെ കുടിയൊഴിപ്പിച്ച് ഭൂമി തട്ടിയെടുക്കാൻ ഉത്തർപ്രദേശിലെ BJP സർക്കാർ ആവിഷ്കരിച്ച ബുൾഡോസർ രാജ് അപ്പാടെ പകർത്തുകയാണ് കോൺഗ്രസ് സർക്കാർ ചെയ്തത് എന്ന ശക്തമായ ആക്ഷേപമാണ് ഉയരുന്നത്. ബംഗളൂർ നഗരത്തിന് അടുത്തുള്ള യലങ്കയിലെ കൊഗിലു ഗ്രാമത്തിലാണ് അതിദരിദ്രർ താമസിക്കുന്ന വസീം ലേഔട്ടും ഫക്കീർ കോളനിയും സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ താമസക്കാരിൽ ഭൂരിപക്ഷവും മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ഇവിടേക്കാണ് ഡിസംബർ 20 ശനിയാഴ്ച പുലർച്ചെ 4 മണിക്ക് മഞ്ഞിന്റെ മറവിൽ നിരവധി ബുൾഡോസറുകൾ കടന്നു വന്നത്. ചെറിയ ഷെഡ് കണക്കിയുള്ള വീടുകളാണെങ്കിലും സമാധാനത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യരെ ലക്ഷ്യം വെച്ചാണ് ഈ ബുൾഡോസറുകൾ വന്നത്. ഉറങ്ങിക്കിടന്ന് പാവപ്പെട്ട മനുഷ്യരെ വിളിച്ചുണർത്തി വലിച്ചു പുറത്താക്കി. ചുരുങ്ങിയ സമയം കൊണ്ട് ഈ പ്രദേശത്തെ കൂമ്പാരമാക്കി കളഞ്ഞു. അവരുടെ വിലപ്പെട്ട രേഖകൾ, വോട്ടർ ID കാർഡ്, റേഷൻ കാർഡ്, സർട്ടിഫിക്കറ്റുകൾ അങ്ങനെ ഒന്നും എടുക്കാൻ അധികൃതർ സമ്മതിച്ചില്ല. ഒരു മുന്നറിയിപ്പുമില്ലാതെ, അടിയന്തര സഹായമോ ഒന്നും നൽകാതെ ഇങ്ങനെ 300ഓളം വീടുകളാണ് ആ പുലർച്ചെ കർണാടക സർക്കാരിന് കീഴിലുള്ള ഗ്രേറ്റർ ബംഗളൂരു അതോറിറ്റി പൊളിച്ചു നീക്കിയത്. പാവപ്പെട്ട കുടുംബങ്ങളിലെ പ്രായമുള്ളവരെയും കുട്ടികളെയും അടക്കമുള്ള മനുഷ്യരെയാണ് സിദ്ധരാമയ്യ സർക്കാർ ഒരു ദിവസം കൊണ്ട് വീടില്ലാത്തവരാക്കി മാറ്റിയത്. പെരുമഴയത്ത് കൊടും തടുപ്പുള്ള തെരുവിലേക്ക് ഇറക്കിവിട്ടത്. സംഘപരിവാർ കർണാടക ഭരിച്ചപ്പോൾ പോലും തങ്ങളോട് ഇങ്ങനെ ക്രൂരത ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന സ്ത്രീകളുടെ ദൃശ്യങ്ങൾ ഹൃദയഭേദകമാണ്. ഞങ്ങൾ ആരോട് ഈ സങ്കടം പറയട്ടെ എന്നാണ് ഇവർ ചോദിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും കുടിയേറി വന്ന ദർവശ് വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളാണ് ഇവിടെ താമസിക്കുന്നവരിൽ ഭൂരിഭാഗവും. ബാക്കി താമസക്കാർ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇവരാരും ഇന്നോ ഇന്നലെയോ ഇവിടെ താമസം തുടങ്ങിയവരല്ല. മറിച്ച് കഴിഞ്ഞ 35 വർഷത്തിലേറെയായി ഈ കോളനിയിൽ താമസിച്ചു വരുന്നവരാണ്. വോട്ടർ ID കാർഡ് അടക്കം എല്ലാ രേഖകളും ഉള്ളവരുമാണ്. ഇടിച്ചു നിരത്തിയ വീടുകൾക്കെല്ലാം സർക്കാർ നൽകിയ കെട്ടിട നമ്പരുണ്ട്. എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷനുണ്ട്, വാട്ടർ കണക്ഷനുണ്ട്, ആധാർ കാർഡും തിരിച്ചറിയൽ രേഖകളുമുണ്ട്. കർണാടക സർക്കാരാണ് അവർക്ക് വീട്ടു നമ്പർ നൽകിയത്, വൈദ്യുതി കണക്ഷൻ നൽകിയത്. സർക്കാരാണ് തിരിച്ചറിയൽ രേഖകളും നൽകിയത്. അങ്ങനെയുള്ളവരെ എങ്ങനെ പൊടുന്നനെ സ്വന്തം വീട്ടിൽ നിന്ന് ഒരു സർക്കാരിന് അടിച്ചിറക്കാൻ കഴിയും? അധികാരത്തിന്റെ ബലത്തിൽ ഇത്തരം ക്രൂരത കാണിക്കാൻ മടി കാണിക്കാത്തവരെ എങ്ങനെയാണ് ജനാധിപത്യ വിശ്വാസികൾ പ്രത്യാശയോടെ നോക്കിക്കാണും? എങ്ങനെയാണ് കോൺഗ്രസ് BJPക്ക് ബദലാകുന്നത്? ഇത്തരം പ്രസക്തമായ ചോദ്യങ്ങളാണ് സിദ്ധരാമയ്യ സർക്കാരിനെതിരെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. യലങ്ക മണ്ഡലത്തിൽ BJP MLA ആണ് എങ്കിലും ഈ പ്രദേശം ഉൾപ്പെടുന്ന ബംഗളൂരു നോർത്ത് ലോക്സഭാ മണ്ഡലത്തിന്റെ ഇൻചാർജ് സിദ്ധരാമയ്യ സർക്കാരിലെ പ്രമുഖനായ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി കൂടിയായ KH മുനിയപ്പയ്ക്കാണ് എന്നതും ശ്രദ്ധിക്കണം. സർക്കാർ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് അതുകൊണ്ട് തന്നെ ഉയരുന്നത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം രൂക്ഷമായ വിമർശനമാണ് ഇതിനെതിരെ ഉയർത്തിയിട്ടുള്ളത്. മാത്രമല്ല, CPM യലങ്കയിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ സമരത്തിലുമാണ്. എന്തിനായിരുന്നു പാവപ്പെട്ടവരോട് ഈ ക്രൂരത? അതും ചോദ്യമാണ്.
സർക്കാരിൻ്റെ ഖരമാലിന്യ സംസ്കരണ യൂണിറ്റ് നിർമ്മിക്കാനാണ് പോലും. ഇത് സംബന്ധിച്ച് സർക്കാർ സംവിധാനങ്ങളുടെ വിശദീകരണങ്ങളും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്. യാതൊരു വിധത്തിലുമുള്ള ഔദ്യോഗിക അനുമതികളും ഇല്ലാതെയാണ് ഇവിടെ 400ഓളം വീടുകളും ഷെഡുകളും നിർമ്മിച്ചിരുന്നത് എന്നാണ് അധികൃതർ പറയുന്നത്. ഈ ഭൂമി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബംഗളൂരു സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ലിമിറ്റഡിന് നൽകിയിരുന്നു എന്നും സർക്കാർ വൃത്തങ്ങൾ വാദിക്കുന്നു. ഈ പ്രദേശം മുമ്പ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്ന ഇടമായിരുന്നു എന്നും ഇവിടെ താമസിക്കുന്നത് ജനങ്ങൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും വിശദീകരിക്കുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വാദങ്ങളും വിശദീകരണങ്ങളും നിലനിൽക്കുന്നതല്ല എന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ സ്ഥലത്ത് കയ്യേറ്റമാണ് ഉണ്ടായത് എങ്കിൽ അവർക്കെങ്ങനെ രേഖകൾ ഉണ്ടായി? ഒന്നാമത്തെ ചോദ്യം അതാണ്. എങ്ങനെ വൈദ്യുത കണക്ഷൻ ഉണ്ടായി? എങ്ങനെ വോട്ടർ ID ഉണ്ടായി? അവരെങ്ങനെ 35 വർഷമായി ഇവിടെ താമസിച്ചു വന്നു? മാത്രമല്ല, ഒഴിപ്പിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് മുൻകൂർ നോട്ടീസ് നൽകിയില്ല? അവർക്ക് ഒഴിഞ്ഞു പോകാൻ സാവകാശം എന്തുകൊണ്ട് നൽകിയില്ല? എന്തുകൊണ്ട് പുലർച്ചെ എന്ന സമയം തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് ബുൾഡോസർ രാജ് നടപ്പാക്കി? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളെയാണ് കർണാടക കോൺഗ്രസ് സർക്കാർ നേരിടുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം കർണാടക സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. ഒടുവിൽ അറിയാൻ കഴിയുന്നത് അതാണ്. അതേസമയം ഒഴിപ്പിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ കർണാടക സർക്കാർ നടപടി തുടങ്ങിയെന്നും അറിയുന്നു. എങ്കിൽ പിന്നെ ആദ്യമേ പുനരധിവസിപ്പിച്ചു കൂടായിരുന്നോ? അതിനുശേഷം പോരായിരുന്നോ ഈ ഇടിച്ചു നിരത്തൽ പരിപാടി? എന്തിനായിരുന്നു പാവങ്ങളോട് ഈ അതിക്രമം കാട്ടിയത്? BJPക്ക് സ്നേഹത്തിൻ്റെ കടയിൽ നിന്ന് ഇങ്ങനെ ഒരു ആയുധം കൊടുക്കണമായിരുന്നു? സ്വാഭാവികമായും ചോദിച്ചു പോകുന്ന ചോദ്യങ്ങളാണ്. ഈ കണ്ണിൽ ചോരയില്ലായ്മയെ ന്യായീകരിക്കാൻ ചിലർ ഇറങ്ങിയിട്ടുണ്ട് എന്നതും പരിതാപകരമാണ്. കുറച്ചു വീടുകൾ മാത്രമേ പൊളിച്ചുള്ളൂ, ഏതാനും പേർക്കേ പ്രശ്നമുള്ളൂ, കുടിയിറക്കപ്പെട്ടവർ മുഴുവനും മുസ്ലിങ്ങളല്ല, 80% മുസ്ലിങ്ങളുള്ളൂ, ഇങ്ങനെ തുടങ്ങിയുള്ള വാദങ്ങളാണ് ഈ കൂട്ടർ മുന്നോട്ട് വയ്ക്കുന്നത്. വല്ലാത്ത പൊട്ടത്തരം നിറഞ്ഞ ന്യായീകരണമാണ് ഇവർ ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്നേ പറയാനുള്ളൂ. സത്യത്തിൽ ഇത് സർക്കാരിൻ്റെ പിൻബലത്തിൽ നടത്തിയ തനി ഗുണ്ടായിസമല്ലേ? ആയിരക്കണക്കിന് ആളുകളെ എന്നല്ല, ഒരാളിനെ പോലും, അതിപ്പോൾ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആകട്ടെ, മറ്റേതെങ്കിലും ദളിതനോ എന്തോ ആകട്ടെ, ആരെയും ഇങ്ങനെ കുടിയിറക്കാൻ പാടില്ല എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഇതിനെതിരെയല്ലേ കോൺഗ്രസ് വലിയ വിമർശനങ്ങളും വലിയ രീതിയിലുള്ള സമരങ്ങളും നടത്തുന്നത്? ഈ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് മറ്റു ചില ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഈ ഭൂമി പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള സ്വകാര്യ സംരംഭകർക്കോ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡലിലുള്ള നിർമ്മാണങ്ങൾക്കോ കൈമാറാൻ നീക്കമുണ്ടെന്ന് ചില പ്രതിഷേധക്കാർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ മറ്റു ചില ഭൂമികൾ ഇത്തരത്തിൽ PPP മോഡലിൽ വൻകിട ടൗൺഷിപ്പുകൾക്കായി മാറ്റിയ പശ്ചാത്തലവുമുണ്ട്. കൂടാതെ സർക്കാർ ഭൂമി ചില സ്വകാര്യ വ്യക്തികൾ നേരത്തെ തന്നെ അനധികൃതമായി വിറ്റതായും ആരോപണമുണ്ട്. BJP എന്തായാലും സിദ്ധരാമയ്യയുടെ ബുൾഡോസർ രാജിനെതിരെ രംഗത്തു വന്നു എന്നുള്ള വ്യത്യസ്തമായ കാഴ്ചയും കർണാടകയിൽ നിന്ന് വരുന്നുണ്ട്. ഒരു കാര്യം ശരിയാണ്, കർണാടകയിൽ നടന്നത് UPയിലെ യോഗി ആദിത്യനാഥ് നടത്തുന്ന തരത്തിലുള്ള പരിപാടിയല്ല. യോഗി ബുൾഡോസർ രാജ് നടപ്പാക്കിയ രീതി എന്താണ്? ഒരാൾ അല്ലെങ്കിൽ ഒരു കുടുംബം മുസ്ലിം ആയതിൻ്റെ പേരിലാണ് യോഗിയുടെ ബുൾഡോസർ രാജിന് ഇരയാകേണ്ടി വന്നത്. ഇവിടെ അങ്ങനെ അല്ല എന്ന ചെറിയ ആശ്വാസം മാത്രം. അപ്പോഴും എന്തിനാണ് ഈ പാവപ്പെട്ട മനുഷ്യരോട് ശരീരം കോച്ചുന്ന തണുപ്പത്ത് ഇങ്ങനെ ഒരു ക്രൂരത കാട്ടി എന്നതാണ് പ്രസക്തമായ ചോദ്യം. നമ്മൾ കേരളത്തിലൊക്കെ കണ്ടതുപോലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ആദ്യം പുനരധിവസിപ്പിച്ച ശേഷം പോരായിരുന്നു വീടുകൾ അടിച്ചു തകർക്കൽ. അതുപോലെ വല്ലാത്ത ചെയ്താണ് കർണാടക സർക്കാർ രാഹുൽ ഗാന്ധിയോട് ചെയ്തത് എന്നേ പറയാനുള്ളൂ. പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ഓരോ വിഷയത്തിലും കൃത്യമായ നിലപാടെടുക്കുന്ന നേതാവിനെ നിശബ്ദമാക്കുന്ന, അയാൾക്കെതിരെ എതിരാളികൾക്ക് ആയുധം കൊടുക്കുന്ന പരിപാടിയായിപ്പോയി. അതിനി എന്തു പറഞ്ഞ് ന്യായീകരിച്ചാലും ശരിയല്ല എന്നേ പറയാനുള്ളൂ. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വാട്സപ്പ് ചാനലിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.